നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ പൊതു ശ്മശാനത്തിലാണ്. ഈയൊരു പൊതു ശ്മശാനത്തിന് താഴെ വീണിട്ട് 2 മാസത്തോളം ആവുകയാണ്. ഇതുവരെ യാതൊരു നടപടിയോ അല്ലെങ്കിൽ ഇത് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത് പൂട്ടിയതുമായി ബന്ധപ്പെട്ടപ്പോൾ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഒരാൾ മരിച്ചു വീണാൽ പോലും അവരെ ദഹിപ്പിക്കാൻ വേണ്ട നടപടികളില്ലാത്ത ഒരു അവസ്ഥയിലാണ്. എവിടെ കൊണ്ടുപോയി സംസ്കരിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തിനാണ് ഈ ഒരു പൊതുശ്മശാനം ആർക്കും ഉപയോഗമില്ലാതെ അടച്ചിട്ടിരിക്കുന്നത്? ആരാണ് ഇതിന് പിന്നിൽ? ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? നമുക്കൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ കോട്ടയം നഗരസഭയുടെ അധികൃതരുടെയും ഭരണ നേതൃത്വത്തിന്റെയും ഉത്തരവാദിത്തമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഒരു ദിവസം ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഏതാണ്ട് 20ഓളം മൃതദേഹങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരുന്ന അതിന് ഈ നഗരത്തിലുള്ള ഏക സൗകര്യം. അപ്പൊ ഇത് കാലങ്ങൾക്ക് മുമ്പ് ആദ്യം ഇത് ഇലക്ട്രിക്കൽ ഇതായിരുന്നു, ബർണറുകളായിരുന്നു. അതിനുശേഷം ഇത് ഗ്യാസിലേക്ക് പോയി. അപ്പൊ ഓരോ ഭരണസമിതി വരുമ്പോഴും ഇതിന്റെയൊക്കെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് എഴുതിയെടുക്കുക. നഗരസഭയെ നോക്കി കഴിഞ്ഞാൽ ഇത് ലാഭകരമായിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥ വൃന്ദവും ഭരണകൂടവും നടത്തുന്ന അഴിമതിയും, അതുപോലെ തന്നെ ഞാൻ വേറൊന്നും കൊണ്ട് പറയാൻ, ഇതിന്റെ പ്രയോജനം ഒരു വലിയ ഭൂരിപക്ഷ സമൂഹത്തിന്, അതും ഇവിടെ ഒരു പ്രശ്നമാണ്. ആ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ആവശ്യമായതുകൊണ്ടോ എന്തോ ഒന്നും അറിയില്ല, ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അടിയന്തരമായി നഗരസഭാ ഭരണ നേതൃത്വം ഇതിനകത്തൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതുണ്ടാകും. നഗരത്തിലെ ജനങ്ങളെയും നഗരസഭയെയും അത് ബോധ്യപ്പെടുത്താനായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് രൂപം. പരേതാത്മാക്കൾക്ക് സമരം ചെയ്യാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രയോറിറ്റി, ഇത് ആവശ്യക്കാർ അനവധി ഡെയിലി നഗരസഭാ ഓഫീസുകളിലേക്ക് വരുന്ന കോൾ ഇപ്പോൾ തന്നെ എല്ലാവരും മറ്റ് സമുദായ ശ്മശാനങ്ങൾ തേടി പോകുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതിന്റെ നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വമില്ലായ്മയും കഴിവുകേടുമാണ് ഇതിന് എത്തിച്ചിരിക്കുന്നത്. വേറൊരു ഇവിടുത്തെ മുൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ പ്രദേശത്തിന് തന്നെ ഈ ബർണർ നിങ്ങൾ കണ്ടാൽ അറിയാം, അത് ലീക്കാണ്. അപ്പൊ ഈ പ്രദേശത്ത് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന അവസരത്തിൽ പുക കൊണ്ട് ബുദ്ധിമുട്ട് ആളുകൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഇവിടെ ഒരു വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ട്, പള്ളിയുണ്ട്. പക്ഷെ അതൊക്കെ സഹിച്ചുകൊണ്ടും ജനം ഇതൊരു ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ അതിന് തയ്യാറാകുമ്പോൾ കൂടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഉള്ള വീഴ്ച അത് വളരെ വ്യക്തമായിട്ട് ഇത് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള സമരവുമായിട്ടാണ്. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ നമ്മുടെ നേതാക്കൾ ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇത് തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ആളുകൾ കിടക്കുമെന്നും മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ 2 മാസമായി ഈ ഒരു ശ്മശാനം അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. ഇത് ജനങ്ങൾക്ക് യാതൊരു രീതിയിലും ഉപകാരപ്പെടാത്ത കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അടിയന്തരമായി തന്നെ ഈ ഒരു ശ്മശാനം തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന ഒരു ആവശ്യം. ഇല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും സമര പരിപാടികളിലേക്കും കിടക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.